SIR-നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ CEO രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതിൽ വിവാദമാണ്. ആ വിവാദങ്ങളിൽ കഴമ്പുണ്ടോ എന്നാണ് ചോദ്യം. വിവാദങ്ങളിൽ കഴമ്പുണ്ടോ സ്മൃതി? ഈ നിയമനത്തിൽ ഒരു അഭംഗിയുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ പറഞ്ഞ പോലെ ബംഗാളുമായിട്ടുള്ള ഒരു താരതമ്യത്തിലേക്കൊന്നും അതൊരു ശരിയായ താരതമ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ പഴയതിൻ്റെ പോളിസി, അതിൻ്റെ നയങ്ങൾ മാറ്റി ഒരു പുതിയ നയത്തിലേക്ക് പോകുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാവുക. അതാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ മുൻ സർക്കാരിൻ്റെ നയങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നയങ്ങളുമായിട്ട് വരികയാണല്ലോ. അപ്പോൾ മുൻ നയങ്ങൾ എടുത്തതിൽ പ്രധാനിയായി നിന്ന ഉദ്യോഗസ്ഥരെ അത് തുടർച്ചയായി തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഭാഗമാക്കുമ്പോൾ അത് ഒരു സംശയത്തിൻ്റെ ഇടയുണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു നൈതികത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരു രാഷ്ട്രീയ ശരികേടുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിലൊരു തർക്കവുമില്ല. അതിൽ രാഹുൽ ഗാന്ധി മെയ് 12 ട്വീറ്റ് ചെയ്തതിലാണ് പറയുന്നത്, ദ ബിഗ്ഗർ ദ തെഫ്റ്റ് ദ ബിഗ്ഗർ ദ റിവാർഡ്. അപ്പോൾ ഏറ്റവും വലിയ കൊള്ളയ്ക്ക് ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണമായിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണമായിരുന്നു. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ SIR-മായി ബന്ധപ്പെട്ട് അവിടെ വോട്ട് ചോരി തന്നെയാണ് നടന്നിട്ടുള്ളത്. അവിടെ വോട്ട് ചോരിയിൽ 90 ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുകയാണ്. ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. SIR-മായി ബന്ധപ്പെട്ട് കേന്ദ്രം എടുത്ത, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത, ദേശീയ തലത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും SIR-ന്റെ നടപടികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു പോകേണ്ടി വന്ന കേരളത്തിനും അതിൻ്റെതായ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ 53,229 പേരാണ് നീക്കം ചെയ്യപ്പെട്ടതെന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്ക്. അപ്പോൾ ആ കണക്കുകൾ ഇനിയും SIR-ൽ പേര് ചേർക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ കേൽക്കർ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നൊരു ആരോപണം ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന CPM-നുമില്ല. കേൽക്കർ യഥാർത്ഥത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പദവിയിലേക്ക് വരുന്നത് ഇവിടെ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി സർക്കാർ നൽകിയിരിക്കുന്ന 3 പേരുകളിൽ ഒന്ന് ആണ് കേന്ദ്രം പിക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പേരിലേക്ക്, കേൽക്കർ എന്ന പേരിലേക്ക് സ്വാഭാവികമായും വരുന്നത്. അങ്ങനെയാണ് ഓഫീസ് നിയമിക്കപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഈ ആരോപണങ്ങൾ, ഇപ്പോൾ കേൽക്കറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം അത് 2-3 ദിവസത്തിനുള്ളിൽ വരുന്ന പോളിംഗ് ശതമാനം പൂർണ്ണമായി വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിലുണ്ടായിരുന്ന പ്രശ്നമാണ്. പോസ്റ്റൽ വോട്ടുകൾ 20,000 പോസ്റ്റൽ വോട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു ആരോപണം ഇവിടെ കോൺഗ്രസും CPM-ഉം ഉന്നയിച്ചൊരു വിഷയമാണ്. അത് നടന്നിട്ടില്ല, കോടതിയിൽ തന്നെ എത്തിയ വിഷയമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. പിന്നെ BJP-യുടെ സീലുമായി ബന്ധപ്പെട്ടും കേൽക്കർക്കെതിരെ ആരോപണം വരുന്നപ്പോൾ അദ്ദേഹം അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നാണ് വിശദീകരണം നൽകിയത്. അതിനുശേഷം അവിടെ ഓഫീസിലുള്ള ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്പോൾ വിശദീകരിക്കപ്പെട്ട കാര്യമാണ്. ഈ സമയത്തൊന്നും CPM-നുണ്ടായിരുന്നില്ല ഈ SIR-മായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു വോട്ട് ചോരി നടത്തുന്ന ആളാണ് കേൽക്കർ എന്ന ആരോപണം ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള, പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള ഒരു വടി നൽകി എന്നിടത്താണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പോസ്റ്റ് ഇരിക്കെ, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പോസ്റ്റിൽ ആളെ നിർത്താതെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റിട്ടയർ ചെയ്ത KM എബ്രഹാമിനെ നിയമിച്ചിരിക്കുന്ന പിണറായി സർക്കാരാണ്. മാത്രമല്ല, KM എബ്രഹാമിന് ജോലി ചെയ്യാൻ വേണ്ടി മറ്റ് IAS തലപ്പത്തെ ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന് ജോലി ചെയ്യാൻ വേണ്ടി അവിടെ നിന്നും IAS-ൽ നിന്ന് പാസ്സായി വന്ന ചെറുപ്പക്കാരായ ഒരു സംഘം ഉദ്യോഗസ്ഥരെ നൽകുന്നു. അങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. അപ്പോൾ അത് വലിയ ഒരു ഗുരുതരമായ ആരോപണം. അതുമായി ബന്ധപ്പെട്ട് KM എബ്രഹാമിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആരോപണം നേരിട്ട മുൻ സർക്കാരിൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ പറയുന്നത് കേൽക്കർ ഇപ്പോൾ BJP-ക്കും VD സതീശനും ഇടയ്ക്കുള്ള ഒരു ഡീൽ നടത്തുന്ന ഒരു ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ ആരോപണം അത്ര വലിയ ഒരു ദുർബലമായ ആരോപണമാണ്. അത് നിൽക്കുന്ന ഒരു ആരോപണമായി ഞാൻ കാണുന്നില്ല. പക്ഷേ കേൽക്കറെ ഇപ്പോൾ നിയമിക്കേണ്ടതുണ്ടായിരുന്നു. മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരായ അദ്ദേഹത്തെ സെക്രട്ടറി പോസ്റ്റിൽ മാത്രമേ നിയമിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം അത്രയ്ക്ക് സീനിയോറിറ്റി അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തിൻ്റെ മുൻ പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ VS സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹം ദേവികുളം സബ് കളക്ടറായിരുന്നിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം കർണാടകയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുണ്ട് 2016-17 കാലഘട്ടത്തിൽ. പിന്നീട് അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിൽ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ 10 വർഷവും അദ്ദേഹം ഇരുന്നിട്ടുള്ളത്. GST കമ്മീഷണറായിരുന്നു. 2022-24 രണ്ടാം പിണറായി സർക്കാരിലെ IT സെക്രട്ടറി ആയിരുന്നു. പിന്നെ 2024-26 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി. അപ്പോൾ ഇത്രയും പദവികൾ, പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരുന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥനാണ്.
ഒരു ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ആയിട്ട് വരട്ടെ എന്ന ഉദ്ദേശത്തിലാണോ അദ്ദേഹം അത് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ പാർട്ടിയോട് ആലോചിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ഇപ്പോൾ കെ സി വേണുഗോപാൽ പറയുന്ന ആ പ്രതികരണത്തെ രണ്ട് രൂപത്തിലും വായിക്കാനാവുന്നതാണ്. അപ്പോൾ അത് പ്രതിപക്ഷത്തിന് വായിക്കാവുന്ന രൂപത്തിലേക്ക് കെ സി വേണുഗോപാൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നു. ഞാൻ ഇതൊന്നുമല്ല കേട്ടോ, ഇതിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചില പോസ്റ്റ് മാറ്റം, ചില പൊസിഷൻ മാറ്റം, ചില ട്രാൻസ്ഫറുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിലൊക്കെ തന്നെയും ചില കാര്യങ്ങൾ ചില സംശയം ഉണർത്തുന്നതാണ്. അതായത് ഇതിൽ ഘടകകക്ഷികളോട് ആലോചിക്കാതെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അരുൺ കെ വിജയന്റെ നിയമനം, അദ്ദേഹം കണ്ണൂർ ജില്ലാ കളക്ടറായിരിക്കെ ഈ പറയുന്ന കോൺഗ്രസ് തന്നെ അതിശക്തമായി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലേ കളക്ടർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ എവിടെയാണ് നിയമിച്ചിരിക്കുന്നത്? KSIDC പോസ്റ്റിലേക്ക്, വളരെ ഹൈ ഫ്ലൈയിങ് പോസ്റ്റാണ്. അതെ വ്യവസായ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ന് നമുക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനത് പ്രതികരിക്കില്ല എന്നാണ്. ഇത്തരം കാര്യങ്ങൾ ആഭ്യന്തരമായി നിഷേധിക്കില്ല എന്നല്ല, ആഭ്യന്തരമായി പറയേണ്ട കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിലുള്ള അതൃപ്തി വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയമനം, അതായത് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പോസ്റ്റിംഗ് വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കൂടി താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുക. ഇത് പ്രധാനപ്പെട്ട സീനിയർ പോസ്റ്റാണ്. അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ആരോപണ വിധേയനായ ഒരു മുൻ ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ, കളക്ടറായിരിക്കെ ആരോപണ വിധേയനായിരിക്കുന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അതിലൊരു ചോദ്യം ഉത്തരമോ സംസാരമോ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ. അടുത്തത് ആനി ജൂല തോമസ്, അദ്ദേഹം KM എബ്രഹാമുമായി ഒന്നിച്ചു പ്രവർത്തിച്ചതാണ്. KM എബ്രഹാമിന്റെ അടുത്ത ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഷിബു ബേബി ജോൺ ആകട്ടെ ഈ കിഫ്ബിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച നേതാവാണ്. അദ്ദേഹത്തിന്റെ ജില്ലയിലേക്കാണ് ഇപ്പോൾ കളക്ടറായി എത്തിച്ചത്. ഇപ്പോൾ ജില്ലകളിൽ സാധാരണഗതിയിൽ എങ്ങനെയാണ് അത് മന്ത്രിമാർക്ക് അവരുടെ ജില്ലകളിൽ അവരുടെ കളക്ടർമാരുമായിട്ട് നല്ല ബന്ധം വേണം. അങ്ങനെയാണ് അത് അവിടുത്തെ ഒരു ഭരണം നന്നായി പോവുക അല്ലേ? അത് സാധ്യമാകാത്ത രീതിയിൽ അതിൽ ഷിബു ബേബി ജോണിനും അതൃപ്തിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ്, ഘടകകക്ഷികളുടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. മുഖ്യമന്ത്രി നേരിട്ട് ആ നിയമനം നടത്തുകയാണ്. അപ്പോൾ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു അതൃപ്തി അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ഈ നിയമനവുമായി ബന്ധപ്പെട്ടും അതാണ് ഒരു നൈതികത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാ കാലത്തിലും പറയുന്നത് അദ്ദേഹം സുതാര്യമായിരിക്കും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മാധ്യമങ്ങളോട് വ്യക്തമായി പറയുമെന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ നിയമനത്തിലും അദ്ദേഹം ഒരു വിശദീകരണം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് മോഹൻലാൽ പറഞ്ഞതുപോലെ ജനം മുറവിളി കൂട്ടി വന്ന മുഖ്യമന്ത്രിയാണ്. ജനം മുറവിളി കൂട്ടിയതാണ് ഈ ഒരു മുഖ്യമന്ത്രി വേണമെന്ന്. അങ്ങനെ വന്ന മുഖ്യമന്ത്രിക്ക് ജനത്തോട് പ്രതിബദ്ധതയുണ്ട്. അദ്ദേഹം എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വിശദീകരിക്കാൻ. അപ്പോൾ മുൻ സർക്കാരിൽ നിന്ന് വിരുദ്ധമായി ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ അദ്ദേഹം വിശദീകരണം നടത്തും എന്നും ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, മുൻ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്ന മറ്റൊരു ആരോപണം ഉദ്യോഗസ്ഥ ഭരണമാണ് എന്നുള്ളതായിരുന്നു അല്ലേ? മുഖ്യമന്ത്രിയെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതായിരുന്നു. ചീഫ് സെക്രട്ടറി അക്കാര്യത്തിൽ ആരോപണ വിധേയനായിരുന്നു. അപ്പോൾ ചീഫ് സെക്രട്ടറി ഇപ്പോഴും തുടരുന്നത്, അദ്ദേഹം ജൂണിലാണ് വിരമിക്കാൻ പോകുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ റോൾ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ചീഫ് സെക്രട്ടറി ആണോ അതോ മുഖ്യമന്ത്രി തന്നെയാണോ താല്പര്യമെടുത്തത് എന്നതിൽ മുഖ്യമന്ത്രി ഈ സ്വീകരണമൊക്കെ ശേഷം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അതിലൊരു മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു അഭംഗിയുണ്ട്, രാഷ്ട്രീയ ശരികേടുണ്ട്. ഓക്കെ, Meet the editors.